ഇപ്പോൾ ഉമ്മൻചാണ്ടി മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. ഡീസലിന്റെ വില 60 രൂപ 77 പൈസയായിരുന്നു. ഇന്ന് 48-50 റേഞ്ചിലേക്ക് ഡോളറിന്റെ വില കുറഞ്ഞിട്ടും പെട്രോളിന്റെ വില 66.22 രൂപ, ഡീസലിന്റെ വില 55.86 രൂപ. ഈ വിലയിടിവ് വന്നപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് എക്സൈസ് ഡ്യൂട്ടി വൻതോതിൽ വർദ്ധിപ്പിച്ചു. പെട്രോളിന് എക്സൈസ് ഡ്യൂട്ടി 11 രൂപയായിരുന്നത് 21.48 വർദ്ധിപ്പിച്ചു. 10 രൂപ 48 പൈസ വർദ്ധിപ്പിച്ചു. ഡീസലിന് എക്സൈസ് ഡ്യൂട്ടി 17.33 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. 5 രൂപ 10 പൈസയായിരുന്നത് 17.33 ഒരു ലിറ്ററിന് 12 രൂപ 21 പൈസ വർദ്ധിപ്പിച്ചു. പെട്രോൾ ഡീസൽ വില കുറച്ച് ജനങ്ങൾക്ക് ആശ്വാസം നൽകാൻ അവസരമുണ്ടായിട്ടും സാധ്യതയുണ്ടായിട്ടും അത് നൽകാതെ എക്സൈസ് ഡ്യൂട്ടി ഇരട്ടിയായി 2.5 ഇരട്ടിയായി ഒക്കെ വർദ്ധിപ്പിച്ച് ലക്ഷക്കണക്കിന് കോടി രൂപ കേന്ദ്ര ഖജനാവിലേക്ക്, ലക്ഷക്കണക്കിന് കോടി രൂപ ഇവിടുത്തെ പൊതുമേഖല സ്വകാര്യ ഓയിൽ കമ്പനികൾക്ക് ലാഭമുണ്ടാക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഏറ്റവും കുറഞ്ഞത് പെട്രോൾ 45 രൂപയായി പെർ ലിറ്റർ, 40 രൂപയായി ഡീസൽ പെർ ലിറ്റർ കുറയ്ക്കാവുന്നതാണ്. വേറെ എല്ലാ ചെലവ് കണക്കിലെടുത്താലും കേന്ദ്ര ഗവൺമെൻറ് ഈ വില കുറഞ്ഞ സമയത്ത് കൂട്ടിയ എക്സൈസ് ഡ്യൂട്ടി കുറച്ചാൽ പോലും 45-40 രൂപയിലേക്ക് പെട്രോൾ ഡീസൽ വിലകൾ കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു. UPA ഗവൺമെൻറ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിൻ്റെ വില ഒരു നിയന്ത്രണവുമില്ലാതെ കുതിച്ചു കയറിയപ്പോൾ സബ്സിഡി കൊടുത്തിട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്ന അവസരത്തിലാണ് വില വർധനവ് ജനങ്ങൾക്ക് പാസ് ഓൺ ചെയ്തത്. ഇവിടെ ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞു, ജനങ്ങൾക്ക് ആശ്വാസം നൽകാനുള്ള സാഹചര്യം വന്നു. ആ സമയത്ത് എക്സൈസ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ച് വരുമാനമുണ്ടാക്കാൻ വേണ്ടിയാണ് അവസരം ഉപയോഗിച്ചത്. ഗ്യാസ് സിലിണ്ടറിന് UPA ഗവൺമെൻറ് 480 രൂപയാണ് സബ്സിഡി കൊടുത്തിരുന്നത്. 480, അത് 109 രൂപയായിട്ട് കുറച്ചു. ഗ്യാസ് സിലിണ്ടറിൻ്റെ ഈ സബ്സിഡി കുറച്ചത് കൺസ്യൂമറിന് പാസ് ഓൺ ചെയ്തില്ല. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന സബ്സിഡി കുറച്ച്
കേന്ദ്ര ഗവൺമെൻറ് ലാഭമുണ്ടാക്കി. പെട്രോളിയം കമ്പനികൾക്ക് ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞത് കൊണ്ട് കിട്ടിയ ലാഭത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അനേകായിരം കോടി രൂപയുടെ ലാഭമാണ് ഇതിൽ നിന്ന് കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കുന്നത്. ഒരു ഗ്യാസ് സിലിണ്ടറിന് 450 രൂപ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സബ്സിഡി, അത് 109 കുറഞ്ഞു. അപ്പം 371 രൂപ ഒരു സിലിണ്ടറിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് ലാഭം കിട്ടുക. ലാഭം എന്ന് പറഞ്ഞാൽ സബ്സിഡി കുറവ് കിട്ടി. അത് കൺസ്യൂമറിന് പാസ് ഓൺ ചെയ്തില്ല. പക്ഷേ പെട്രോൾ ഡീസൽ വിലയിൽ കൺസ്യൂമറിന് പാസ് ഓൺ ചെയ്യേണ്ടത് അവിടെ ചെയ്യാതെ ഇവിടെയും ഗവൺമെൻറ് ലാഭം ഉണ്ടാക്കുക. അപ്പോൾ എക്സൈസ് ഡ്യൂട്ടി കൂട്ടി ഗ്യാസ് സിലിണ്ടറിൻ്റെ സബ്സിഡി കുറച്ച് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ലാഭമാണ് ഇന്നുണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ എക്സൈസ് ഡ്യൂട്ടിയിൽ ഈ ഒരു വർഷം കൊണ്ട് 1,75,000 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ്റിന് കിട്ടിയിരിക്കുന്നത്. വിലക്കയറ്റത്തിനെതിരെ ശക്തമായി നിലകൊണ്ടവർ ജനങ്ങളോട് കാട്ടുന്ന കടുത്ത വഞ്ചനയാണിത്. അഴിമതിക്കെതിരെ ശക്തമായി ശബ്ദിച്ച BJP അവർക്ക് അധികാരം കിട്ടിയാൽ വിദേശത്തുള്ള തുക ഗവൺമെൻറ്റിൻ്റെ ഇവിടുന്നുള്ള കള്ളപ്പണത്തിൻ്റെ നിക്ഷേപങ്ങളെല്ലാം കണ്ടെത്തി ലക്ഷക്കണക്കിന് കോടി രൂപ ഇവിടെ ഇന്ത്യയിൽ തിരിച്ചു കൊണ്ടുവരും. അതിവിടുത്തെ ജനങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കും. നികുതി ഉപേക്ഷിക്കാൻ പോലും ജനങ്ങളിൽ നിന്ന്, സാധാരണക്കാരിൽ നിന്ന് നികുതി ഈടാക്കുന്ന സിസ്റ്റം പോലും നിർത്തലാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്നൊക്കെ പറഞ്ഞ് വളരെയേറെ വാഗ്ദാനങ്ങൾ ചെയ്തു. പക്ഷേ ഒന്നും ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, അതിന്മേൽ ഇന്ന് ഗവൺമെൻറ് തികച്ചും വാഗ്ദാന ലംഘനമാണ്. എന്തു ചെയ്യും എന്ന് പറയാൻ പോലും തയ്യാറാകാത്ത നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ കേന്ദ്ര ഗവൺമെൻറ്റിനോടുള്ള അതിശക്തമായ അഭിപ്രായ വ്യത്യാസം ഗവൺമെൻറ്റിലിരുന്ന സമയത്ത് UDF പ്രകടിപ്പിച്ചത് പ്ലാനിംഗ് കമ്മീഷനിലെടുത്ത തീരുമാനത്തെ സംബന്ധിച്ചാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തുടങ്ങി വെച്ച പ്ലാനിംഗ് കമ്മീഷനും പഞ്ചവത്സര പദ്ധതിയും രാജ്യത്തിൻ്റെ വികസനത്തിന്, രാജ്യത്തിൻ്റെ അടിസ്ഥാന വികസന വളർച്ചയ്ക്ക്, ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിൽ എല്ലാം വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിനുള്ളിൽ മാറി മാറി വന്ന ഗവൺമെൻറ്റുകളെല്ലാം അതിനോട് അനുസരിച്ച് പ്രവർത്തിക്കുകയും അതിൻ്റെ നേട്ടം രാജ്യത്തിന് ലഭിക്കുകയും ചെയ്തു. പക്ഷേ NDA ഗവൺമെൻറ് വന്നു, ഒരു ചർച്ചയുമില്ലാതെ പ്ലാനിംഗ് കമ്മീഷൻ അത് ഇല്ലാതെയാക്കുകയാണ് ചെയ്തത്. നിലവിലുള്ള സിസ്റ്റത്തിൽ മാറ്റം വരുത്തുന്നതിന് ഞാനെതിരല്ല. പക്ഷേ ആ മാറ്റം നല്ലതിനു വേണ്ടിയായിരിക്കണം, രാജ്യത്തിന് ബെനിഫിറ്റ് ഉണ്ടാകുന്ന വിധത്തിലായിരിക്കണം, ഇവിടുത്തെ സാധാരണക്കാർക്ക് പ്രയോജനമുണ്ടാകുന്ന വിധത്തിലായിരിക്കണം. ഇവിടെ ഒരാലോചനയുമില്ലാതെ, വ്യക്തമായ ഒരു വീക്ഷണവുമില്ലാതെ പ്ലാനിംഗ് കമ്മീഷൻ നിർത്തലാക്കി. നീതി ആയോഗ് അതിന് രൂപം കൊടുത്തു. അതിനിന്ന് ഒരു ഉപദേശക സമിതിയുടെ സ്ഥാനം മാത്രമേ ഉള്ളൂ. പ്ലാനിംഗ് കമ്മീഷന് ഭരണഘടനാപരമായിട്ടുള്ള സ്ഥാനവും അംഗീകാരവും ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് വെറും ഒരു ഉപദേശക സമിതിയുടെ സ്ഥാനത്തേക്ക് നീതി ആയോഗിനെ മാറ്റിയിരിക്കുകയാണ്. ഇന്ന് സർവാധിപത്വം കേന്ദ്ര ധനകാര്യ വകുപ്പിനാണ്. ഒരു ഫെഡറൽ രാജ്യത്ത് ഏറ്റവും അനുയോജ്യമായ ഒരു സിസ്റ്റമായിരുന്നു പ്ലാനിംഗ് കമ്മീഷൻ. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു ലിങ്കായി പൊതുവായ രാജ്യത്തിൻ്റെ വികസനം ഒന്നായി കണക്കാക്കിക്കൊണ്ടുള്ള
പ്രവർത്തന പരിപാടി, അതിനൊക്കെ വളരെയേറെ പ്രയോജനം ചെയ്യുന്ന ഒന്നായിരുന്നു പ്ലാനിംഗ് കമ്മീഷൻ. അതിനേക്കാൾ ഒരു ബെറ്റർ ചോയ്സ്, ഒരു ബെറ്റർ വേ ഉണ്ടാക്കിയിട്ട് ചെയ്യുന്നുവെങ്കിൽ ഒരു എതിർപ്പുമില്ല. പക്ഷേ ഇന്നും ഇത് നടപ്പിലാക്കുന്നവർക്ക് പോലും സംശയങ്ങൾ തീർന്നിട്ടില്ല. സംസ്ഥാനങ്ങൾക്ക് മാത്രമല്ല, ഇത് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നവർക്ക് പോലും എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം. ഉമ്മൻചാണ്ടി മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. തിരികെ ഇതിലേക്ക് തന്നെ എത്താം, ഒരിടവേള. ഇത്തവണ ബർത്ത്ഡേ എവിടെയാ? പാർട്ടിയോ റിസോർട്ടോ? ഓർഫനേജ് പപ്പ. ചിന്താഗതി മാറ്റൂ, കാറ്റ് പിന്നെ മാറിക്കൊണ്ടേയിരിക്കും. ആങ്കർ ഫാൻസ് ബൈ പാനസോണിക്. പുത്തൻ കാറ്റ്, പുതിയ ചിന്ത. നിങ്ങളുടെ ജീവിത പുരോഗതിയിൽ തടസ്സങ്ങളൊന്നും വരാതിരിക്കട്ടെ. കൃത്യസമയത്ത് തന്നെ നിങ്ങളുടെ ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുക. ഓർമ്മിക്കുക, മെയ് 25 മുതൽ 31 വരെ നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിൽ നിങ്ങളുടെ ഇൻഷുറൻസ് പ്രീമിയം തുക നിർബന്ധമായും കരുതി വയ്ക്കുക. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജനയുടെ വാർഷിക പ്രീമിയം വെറും 330 രൂപയും പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജനയുടെ പ്രീമിയം വെറും 12 രൂപയുമാണ്. ഇന്ന് തന്നെ നിങ്ങളുടെ സമീപത്തുള്ള ബാങ്ക് ശാഖയിൽ അല്ലെങ്കിൽ ബാങ്ക് മിത്ര അഥവാ ഇൻഷുറൻസ് ഏജന്റുമായി ബന്ധപ്പെടുക. പൊതു താൽപര്യാർത്ഥം പ്രസിദ്ധീകരിക്കുന്നത്. പുതിയ കിസാൻ ബെറി ബ്ലാസ്റ്റ്. ഇതിന്റെ അല്പം പുളിയും അല്പം മധുരവുമുള്ള സ്വാദ് നിങ്ങൾക്ക് തരും ഓരോ ബൈറ്റിലും പഴങ്ങളുടെ ബ്ലാസ്റ്റ്. പുതിയ കിസാൻ ബെറി ബ്ലാസ്റ്റ്. തിരികെ ഉമ്മൻചാണ്ടിയുടെ വാർത്താ സമ്മേളനത്തിലേക്ക്. പലതും ഇല്ലാതെയാക്കിയിരിക്കുക. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഏറ്റവും വലിയൊരു, ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്ന ഒരു ക്ഷേമ പ്രവർത്തനമാണ് അംഗനവാടികളിൽ കൂടി നടത്തുന്ന പ്രവർത്തനങ്ങൾ. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അർഹിക്കുന്നവർ മാത്രമേ അവിടെ സഹായത്തിന് ചെല്ലത്തുള്ളൂ. നമ്മുടെ ഏത് ക്ഷേമ പ്രവർത്തനത്തിനും അനർഹർ വന്ന്, അർഹതയില്ലാത്തവർ വന്ന് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഒരു ഏറ്റവും വലിയ ചലഞ്ച്. ഈ അംഗനവാടികളിൽ ചെല്ലുന്ന കുട്ടികളും അമ്മമാരുമൊക്കെ ഏറ്റവും അർഹിക്കുന്നവർ മാത്രമേ അവിടെ ചെല്ലുന്നുള്ളൂ. മറ്റേതെങ്കിലും വിധത്തിലൊരു മാർഗമുണ്ടെങ്കിൽ അവരങ്ങോട്ട് പോകത്തില്ല. ആ അംഗനവാടി കൂടി ചെയ്യുന്ന ഏറ്റവും മെച്ചപ്പെട്ട പ്രവർത്തനത്തിന് കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന സബ്സിഡി കുറച്ചിരിക്കുന്നു. സ്കൂളുകളിലെ റിസോഴ്സ് ടീച്ചേഴ്സിൻ്റെ നമ്പർ കുറയ്ക്കുന്നു, അതിൻ്റെ പ്രവർത്തനങ്ങൾ വെട്ടിച്ചുരുക്കുന്നു. ആരോഗ്യ മേഖല, ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത് ആരോഗ്യ മേഖലയ്ക്കാണ്. ആ ആരോഗ്യ മേഖലയിലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവർ ചെലവ് ചെയ്യുന്ന തുകയും അതിൻ്റെ പരിപാടികളും ലഘൂകരിച്ചിരിക്കുന്നു. ഇത് നിശ്ചയമായും നമുക്ക് ഒരു വിധത്തിലും യോജിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയാണ് UPA ഗവൺമെൻറ് കൊണ്ടുവന്ന തൊഴിലുറപ്പ് പദ്ധതി. സ്വതന്ത്ര ഇന്ത്യയിൽ പട്ടിണി മാറ്റുന്നതിന് വേണ്ടി ഏറ്റവും വിപുലമായൊരു പരിപാടിയാണ്. ലോകത്ത് ഇതിന് സമാനമായ മറ്റൊരു പരിപാടിയില്ല. UPA ഗവൺമെൻറ് ഇതിനും കുറവുകൾ കണ്ടെത്തി, പോരായ്മകൾ ചൂണ്ടിക്കാണിച്ച് അതിൻ്റെ എക്സ്പെൻഡിച്ചർ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. കേരളം ആ രംഗത്ത് വളരെയധികം വിജയകരമായി മുമ്പോട്ട് പോയി. 10-11 704 കോടി രൂപ ചെലവഴിച്ച കേരളത്തിൽ 11-16 2010 കോടി രൂപ ഈ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നമ്മൾ ഇവിടുത്തെ തൊഴിലെടുക്കാൻ മുമ്പോട്ട് വന്നിട്ടുള്ള സഹോദരി സഹോദരന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. 2015-16 7.13 കോടി തൊഴിൽ ദിനമാണ് ഉണ്ടാക്കാൻ കേരളത്തിന് അനുവദിച്ചിരുന്നെങ്കിൽ 7.42 കോടി തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ച് കേരളം തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും മികച്ച നേട്ടം കൈവരിച്ചു.
പക്ഷേ 2016-17 നമ്മുടെ 1,12,00,000 തൊഴിൽ ദിനങ്ങൾ കുറച്ചിരിക്കുക. തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യ ഒട്ടാകെ അവർ പുറകോട്ട് പോകുന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒരു കാരണവശാലും പുറകോട്ട് പോകരുത് എന്നുള്ള അഭിപ്രായമാണ് കോൺഗ്രസ്സിന് ഉള്ളത്. ആ കാര്യം ഗവൺമെൻറ്റിലായിരുന്ന സമയത്തും പല പ്രാവശ്യം വ്യക്തമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, കേരളം ഇനീഷ്യേറ്റീവ് എടുത്തിട്ടാണ് പ്രവാസി വകുപ്പ് കേന്ദ്രത്തിൽ രൂപീകരിച്ചത്. പ്രവാസികൾക്ക് വേണ്ടി ആദ്യമായി ഒരു വകുപ്പുണ്ടാക്കിയത് കേരളത്തിലാണ്. ആദ്യമായി ഒരു മന്ത്രി വന്നത് കേരളത്തിലാണ്. അതിനെ തുടർന്നാണ് കേന്ദ്രത്തിൽ പ്രവാസി കാര്യ വകുപ്പ് രൂപം കൊണ്ടു. നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന വകുപ്പ് നിർത്തലാക്കിയിരിക്കുകയാണ്. വിദേശകാര്യ മന്ത്രാലയത്തിലാണ് അത് ലഭിച്ചിരിക്കുന്നത്. വിദേശകാര്യ മന്ത്രാലയം പിന്നെ ഓക്കെ കൊള്ളാം, പക്ഷെ അവർക്ക് വളരെയേറെ പ്രധാനപ്പെട്ട ജോലികളുള്ളപ്പോൾ ഈ ഇന്ത്യക്കാരുടെ തൊഴിലാളികളുടെ ഒക്കെ കാര്യങ്ങൾ പലപ്പോഴും കൈകാര്യം ചെയ്യുന്നതിന് സമയമില്ലാതെ വരും, അല്ലെങ്കിൽ സാഹചര്യമില്ലാതെ വരും, അതല്ലെങ്കിൽ ഇവർക്ക് അവിടെ എത്തിപ്പെടാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരും. ആ സാഹചര്യത്തിൽ പ്രവാസി കാര്യ വകുപ്പ് നിർത്തലാക്കിയത് പുനഃപരിശോധിക്കണം എന്നാണ് ഈ 2ാം വാർഷികം കൊണ്ടാടുന്ന UPA ഗവൺമെൻറ് കൊണ്ടുവന്ന ഈ പ്രവാസി കാര്യ വകുപ്പ് നിർത്തലാക്കുന്ന തീരുമാനം പിൻവലിക്കണം എന്ന് NDA ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കാൻ ഈ അവസരം വിനിയോഗിക്കുക. ഇറ്റാലിയൻ നാവികരുടെ കാര്യത്തിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എടുത്ത നിലപാടിൽ അതിശക്തമായ പ്രതിഷേധമുണ്ട്. 2 ഇന്ത്യക്കാരുടെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ അപഹരിച്ച കേസിലെ പ്രതികളെ ഇന്ത്യൻ നിയമത്തിനു മുമ്പിൽ ഇന്ത്യയുടെ മണ്ണിൽ അത് വിചാരണ ചെയ്യേണ്ടതാണ്. അവർ ആ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് അവരുടെ ജാമ്യ വ്യവസ്ഥകൾ ഉദാരമാക്കുന്നതിൽ എതിർപ്പില്ല എന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അഡ്വക്കേറ്റ് പറഞ്ഞത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. കഴിഞ്ഞ UPA ഗവൺമെൻറ് കാലത്ത് സംസ്ഥാന ഗവൺമെൻറ്റും ഇതിനകത്ത് കക്ഷി ചേർന്ന് സജീവമായി ഈ രംഗത്തുണ്ടായിരുന്നു. അന്നത്തെ ഗവൺമെൻറ് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ താല്പര്യങ്ങളെല്ലാം സംരക്ഷിക്കും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കവിടെ ലോക്കൽ സ്റ്റാൻഡ് ഇല്ലാതെ പോയത്. പക്ഷേ നമ്മളോട് ചോദിക്കുക പോലും ചെയ്യാതെ ഇറ്റലി ഗവൺമെൻറ് എന്താഗ്രഹിച്ചോ അത് അവർ നടപ്പിലാക്കിക്കൊണ്ട് പോയത് അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമാണ്. അതിനോട് ശക്തമായിട്ടുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഒരിടവേള കൂടി. അപ്പച്ചി, വീട്ടിൽ ശോചനാലയം എവിടെയാ മരുമകൾക്ക്? വീട്ടിൽ എവിടെയാ, പുറത്തു പോകേണ്ടി വരും. എന്നാൽ തട്ടവും മാറ്റിക്കൊള്ളൂ. ഒരു വശത്ത് മരുമകളുടെ തട്ടം ശകലം മാറിയാൽ അത് അംഗീകരിക്കില്ല, മറുവശത്ത് അവളെ വെളും പ്രദേശത്ത്. ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടേയില്ല. എന്നാൽ ഇപ്പോൾ ചിന്തിക്കൂ, വീട്ടിൽ ശോചനാലയം പണിയിക്കൂ. അതും ശുചിത്വ ഭാരത മിഷൻ, ഒരു ചുവട് ശുചിത്വത്തിലേക്ക്. എവിടെ ചിന്തിക്കുന്നു അവിടെ ശോചനാലയം. പുതിയ എക്സ് റീചാർജ് ഹീറ്റ് ബൂസ്റ്റഡ് ഫ്രാഗ്രൻസുകളോടെ ചൂട് കൂടുന്നതിനൊപ്പം ഇതിന്റെ ഫ്രാഗ്രൻസുകളും കൂടും. പുതിയ എക്സ് റീചാർജ്. നിങ്ങളുടെ സൂപ്പ് ഹാഷ് ആണോ? ഞങ്ങൾ ജയയുടെയും ഫാത്തിമയുടെയും സൂപ്പ് ലിറ്റ്മസ് പേപ്പർ ടെസ്റ്റ് കൊണ്ട് ചെക്ക് ചെയ്തു. പേപ്പർ ബ്ലൂ ആയാൽ സൂപ്പ് ഹാഷ് ആണ്. ജയ അവളുടെ ഫേവറേറ്റ് നാച്ചുറൽ സൂപ്പ് തിരഞ്ഞെടുത്തു. ലിറ്റ്മസ് ബ്ലൂ ആയി. എന്നാൽ ഡവ് സൂപ്പും അതിന്റെ നിറം മാറിയില്ല. നിങ്ങളുടെ സൂപ്പ് നിങ്ങളുടെ സ്കിന്നിന് ഹാഷ് അയക്കാം. ഡവ് വ്യത്യസ്തമാണ്. കാൽഭാഗം മോയ്സ്ചറൈസിംഗ് ക്രീം അടങ്ങിയ ഡവ് ജെന്റിലാണ്. ജെന്റിലായ ബാർ തിരഞ്ഞെടുക്കൂ. ഡവ്. ഉമ്മൻചാണ്ടിയുടെ വാർത്താ സമ്മേളനം പുരോഗമിക്കുകയാണ്. തത്സമയ സംപ്രേഷണം 2.2 ടൈംസ് ആണ് വർധനവ് വന്നത്.
കമ്മീഷൻ പറഞ്ഞു 2000 താഴെ കോടി രൂപയുടെ ബാധ്യതയാണ് വരുന്നതെന്ന് പറഞ്ഞു. അതിൻ്റെ 2.2% അല്ല, ഇരട്ടി 2.2 ടൈംസ് അതിൻ്റെ ഇരട്ടി അതിന് വേണ്ടി വന്നു. അത് നിർവഹിച്ചു. ഇപ്പം 10ാം ശമ്പള കമ്മീഷൻ അതിൻ്റെയും ബാധ്യത മുഴുവൻ ഗവൺമെൻറ് ഏറ്റെടുത്ത് അത് മാർച്ച് മാസത്തിലെ ശമ്പളത്തിൽ കൊടുക്കത്തക്ക വിധത്തിലുള്ള മുഴുവൻ ബാധ്യത ഏറ്റെടുത്തു. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് മിച്ച ട്രഷറിയാണ് ട്രാൻസ്ഫർ ചെയ്തത്. ബാധ്യതകൾ കൊടുക്കാനുണ്ട്. അത് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്തും ബാധ്യതകൾ കൊടുക്കാനുണ്ട്, ഇപ്പോഴും കൊടുക്കാനുണ്ട്. പിന്നെ ധവളപത്രം ഇറക്കുന്നു എന്ന് പറഞ്ഞു, സന്തോഷമാണ്. കാരണം ജനങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുമല്ലോ. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചറിനെ കുറ്റപ്പെടുത്തണമെങ്കിൽ പാവപ്പെട്ടവർക്ക് കൊടുത്ത കാര്യങ്ങൾ അമിതമായി പോയി എന്ന് ഈ ഗവൺമെൻറ്റിന് പറയേണ്ടി വരും. അത് പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം ധവളപത്രം വരുമ്പോൾ എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കും. അത് ഒരു നല്ല നിലയിലുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഈ ഒരു ദിവസത്തെ ബാലൻസ് മാത്രമല്ല, നമ്മുടെ ആദ്യത്തെ ക്വാർട്ടറിൽ 4300 കോടി രൂപ നമുക്ക് കടമെടുക്കാമായിരുന്നു. നമ്മൾ 2800 കോടി രൂപ മാത്രമേ കടമെടുത്തുള്ളൂ. ഏതോ ഒരു പത്രത്തിൽ കണ്ടു 2800 കോടി രൂപ കടമെടുത്താണ് ഈ മിച്ചം ഉണ്ടാക്കിയതെന്ന്. നമുക്ക് ഈ ക്വാർട്ടറിൽ 4300 കോടി രൂപയുടെ ലോൺ എടുക്കാനുള്ള അനുമതി റിസർവ് ബാങ്ക് തന്നിരുന്നു. നമ്മളതിൽ 2800 എടുത്തുള്ളൂ. 1500 മാറ്റിവെച്ചിരിക്കുക. കടമെടുക്കാനുള്ളത് 1500 കോടി ഈ ഗവൺമെൻറ്റിന് വേണ്ടി ഞങ്ങൾ മാറ്റിവെച്ചിരിക്കുക. കാരണം ആവശ്യമില്ലാതെ കടമെടുത്ത് പലിശ കൊടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പം ഒരു ദിവസത്തെ ക്ലോസിംഗ് ബാലൻസ് മാത്രമല്ല, ഗവൺമെൻറ്റിന് കടമെടുക്കാവുന്ന തുക പോലും മാറ്റിവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങളിലൊന്നും ഒരു പ്രശ്നവുമില്ല എന്ന് വ്യക്തമാക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇവിടെ ക്ഷേമ പെൻഷനുകൾ 1000 രൂപയാക്കും എന്ന് പറഞ്ഞു. 1000 രൂപ കൂടുതലൊന്നും ഉള്ളത് 1000 കുറയ്ക്കരുത് എന്ന് ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം 1500 രൂപ വരെയായിട്ട് ഈ ഗവൺമെൻറ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. LDF ഗവൺമെൻറ് പോകുമ്പം എല്ലാ പെൻഷനും 300 രൂപയായിരുന്നു. നമ്മളത് 300 എന്നുള്ളത് 1-2 പ്രാവശ്യമായിട്ട് മിനിമം 600 ആക്കി, മാക്സിമം 1500 ആക്കി. അപ്പം കൂട്ടിയത് കുറയ്ക്കരുത്. ഈ 600ഉം 800ഉം ഉള്ളത് 1000 ആക്കുന്നത് സന്തോഷകരമാണ്, നല്ല കാര്യമാണ്. അതിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. LDF ഗവൺമെൻറ് UDFനെ അധികാരമേൽപ്പിക്കുന്ന സമയത്ത് 12.9 ലക്ഷം പേർക്കായിരുന്നു പെൻഷൻ കൊടുത്തുകൊണ്ടിരുന്നത്. ഇന്നത് 34.43 ലക്ഷം പേർക്ക് കൊടുക്കുന്നുണ്ട്. ജനസമ്പർക്ക പരിപാടി കൂടിയും അതുകൊണ്ടും അർഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും അപേക്ഷ കിട്ടിയില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് എല്ലാ പഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റികളെയും ചുമതലപ്പെടുത്തി അവിടുത്തെ ജനപ്രതിനിധികളുടെ പൂർണ്ണമായ പങ്കാളിത്തത്തോടു കൂടിയാണ് 34.43 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുന്നത്. അത് 600 രൂപ, 800 രൂപ, 1000 രൂപ, 1100 രൂപ, 1500 രൂപ, ഇങ്ങനെയാണ് ഈ പല തട്ടുകളിലായിട്ട് പെൻഷനുള്ളത്. അതിൽ 600ഉം 800ഉം കിട്ടുന്നവർക്ക് 1000 ആക്കുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഞങ്ങൾ അധികാരമേൽക്കുന്ന സമയത്ത് പെൻഷൻ ബാധ്യത ഒരു കൊല്ലം 592.11 കോടി രൂപയായിരുന്നു. ഈ വർഷം ഒരു വർഷത്തെ പെൻഷൻ ബാധ്യത 3016.98 കോടി രൂപയാണ്.
5 ഇരട്ടിയിലധികം. അത് ഒരു അനാവശ്യ ചെലവായിട്ടല്ല ഞങ്ങൾ കാണുന്നത്. നമ്പർ കൂടി പെൻഷൻ്റെ തുക വർദ്ധിപ്പിച്ചു. ഈ 2 ഐറ്റത്തിൽ കൂടി വന്നിട്ടുള്ളത് അർഹിക്കുന്നവർക്ക് കൊടുക്കേണ്ട സഹായം കൊടുക്കുക എന്നുള്ളതാണ്. അതിന്